നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് സ്വദേശി ലിഷോയിയാണ് അറസ്റ്റിലായത്. കൊലപാതകം റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നെന്ന് പ്രതിയുടെ മൊഴി. കൊടുങ്ങല്ലൂരിൽ വാഹന പരിശോധനയ്ക്കിടയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. പോലീസ് ജീപ്പിന്റെ ചില്ല് യുവാവ് തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പൊയ്യ സ്വദേശി ഇത്തിത്തറ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2023 കേരളത്തിൽ 21,799 പേരിൽ ക്ഷയരോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ്. തൃശൂർ ജില്ലയിൽ 1989 പേരിലാണ് 2023 ക്ഷയരോഗം കണ്ടെത്തിയിട്ടുള്ളത്. വടക്കാഞ്ചേരി മാരാത്തുകുന്നിൽ വീട്ടിൽ തീപിടുത്തം. മാരാത്തുകുന്ന് സെന്ററിന് സമീപമുള്ള ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുനിയപ്പന്റെ റൂമിലാണ് തീപിടുത്തമുണ്ടായത്. ഗൃഹോപകരണങ്ങൾ പൂർണ്ണമായി കത്തിനശിച്ചു. കൊണ്ടാഴി തൃത്തം തളി ശിവപാർവതി ക്ഷേത്രത്തിൽ മോഷണം. വിഷ്ണു ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് 50,000 രൂപ കവർന്നു. കൊണ്ടാഴി കുഴിയമ്പാടം തെക്കേ കൊണ്ടാഴി നീർത്തടം ആസ്തി കൈമാറ്റവും കർഷകർക്കായുള്ള ഏകദിന പരിശീലന പരിപാടിയും യുവാർ പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ ചുമട്ട് തൊഴിലാളികളെ നോക്കുകൂലിക്കാരായി പാർലമെന്റിൽ ചിത്രീകരിച്ച കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമന്റെ നടപടിക്കെതിരെ CITU എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. മങ്ങാട് സെന്ററിൽ നടന്ന പൊതുയോഗം ചുമട്ട് തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. CPM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AKGയുടെ ചരമവാർഷിക ദിനം ആചരിച്ചു. CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ജോലിക്കിടെ വീടിന് മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കരുമത്ര പാണേങ്ങാടൻ 45 വയസ്സുള്ള ബൈജുവാണ് മരിച്ചത്. മാള തിരുത്തയിൽ ഭിന്നശേഷിക്കാരനായ യുവാവ് കനാലിൽ മുങ്ങി മരിച്ചു. തിരുത്ത നെടുമ്പള്ളി സുധാകരന്റെ മകൻ 21 വയസ്സുള്ള കൃഷ്ണദാസാണ് മരിച്ചത്. സാമ്പത്തിക വർഷം ആദ്യ മാസത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ചെലവിനെ പണം കണ്ടെത്താൻ ഇളവു നൽകി നികുതി സ്വീകരിക്കുന്നു. ഏപ്രിൽ മുതലാണ് ഈ മാറ്റം നിലവിൽ വരിക. 5നും 11നും ഇടയ്ക്ക് വയസ്സുള്ള 18 കുട്ടികൾ രചിച്ച ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരം ലിറ്റിൽ ലീവ്സ് ഓഫ് ലിറ്ററേച്ചർ അന്താരാഷ്ട്ര കവിതാ ദിനാചരണത്തിൽ പ്രകാശനം ചെയ്തു. തൃശൂർ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി പ്രൊഫസർ ജോൺ സിറിയക്, പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവൻ വിദ്യാമന്ദിർ റിട്ടയേർഡ് പ്രിൻസിപ്പൽ സുജാത മേനോൻ, വിഷ്വൽ ആർട്ടിസ്റ്റ് NB ലതാദേവി എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. വെങ്കിടങ്ങിൽ AKG ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. CPM വെങ്കിടങ്ങ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി നടത്തിയ ദിനാചരണം മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്തിലെ 9ാം വാർഡിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരണം പൂർത്തിയാക്കിയ വെള്ളിക്കുളങ്ങര മേക്കാടൻ പടി റോഡ് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം CK ചന്ദ്രപ്പന്റെ 13ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. തൃശൂർ CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ഹൈടെക് അഗ്രി ഫാമിൽ നക്ഷത്രവനമൊരുക്കി അന്താരാഷ്ട്ര വനദിനാചരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്തിൽ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. DA കുടിശ്ശിക നിഷേധിച്ച സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ച് കേരള NGO അസോസിയേഷൻ തൃശൂർ താലൂക്ക് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MO ഡെയ്സൺ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ കരുണ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം സംഗമം ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ചെറുകര പാടശേഖരത്തെ നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ തയ്യാറാകുന്നില്ലെന്ന പരാതിയിൽ ഇടപെട്ട് യുവാർ പ്രദീപ് MLA.
തൃശൂർ പാടി മാർക്കറ്റിംഗ് ഓഫീസറോട് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടാൻ MLA നിർദ്ദേശം നൽകി. വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ ജനകീയ ക്യാമ്പയിൻ മെഗാ തൊഴിൽ മേളയുടെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം വിജ്ഞാന കേരളം മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ TM തോമസ് ഐസക് നിർവഹിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. മുകുന്ദൻ, ഫിലോമിന, ജോസ്, ശശി എന്നിവരുടെ കുടുംബാംഗങ്ങളെയാണ് കേന്ദ്രമന്ത്രി സന്ദർശിച്ചത്. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ഇന്നസെന്റ് സ്മൃതി സംഗമം ബുധനാഴ്ച സംഘടിപ്പിക്കും. ഇരിങ്ങാലക്കുട ചന്തക്കുന്ന് ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്ന സ്മൃതി സംഗമം മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. അമലയിൽ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിംഗ് ലാബ് ഉദ്ഘാടനവും നാറ്റ് കോൺ തുടർ വിദ്യാഭ്യാസ പരിപാടിയും നാളെ നടക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിക്കും. FC കേരളയിൽ നിക്ഷേപ തട്ടിപ്പെന്ന പരാതിയുമായി ആക്ഷൻ കമ്മിറ്റി. കേരളവർമ്മ കോളേജിലെ മുൻ കായിക അധ്യാപകൻ VA നാരായണ മേനോൻ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ച MV ഗിരീഷ് കുമാർ എന്നിവരടങ്ങിയ ഡയറക്ടർമാരാണ് വഞ്ചിച്ചത്. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ നിരുപാധികം വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് SDPI തൃശൂർ ജില്ലാ കമ്മിറ്റി ഐക്യദാർഢ്യ സംഗമം നടത്തും. തിങ്കളാഴ്ച രാവിലെ 10:30 സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സംഗമം സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് ഉദ്ഘാടനം ചെയ്യും. ആഗസ്റ്റ് മാസത്തോടെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നടപടിക്രമങ്ങളുടെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമെന്ന് മന്ത്രി K രാജൻ. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള മൃഗശാലകളുടെ പ്രതിനിധികളുമായി കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി. ലഹരി കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ പോലീസ് കൂടുതൽ ജനപക്ഷമാക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ മന്ത്രി അധ്യക്ഷത വഹിച്ചു. പെരിങ്ങാട് പുഴ വനംഭൂമിയാക്കുന്നതിനുള്ള ഉത്തരവ് റദ്ദു ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതായി വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. മണലും ചെളിയും നിറഞ്ഞ് പുഴ ഇല്ലാതാവുകയാണെന്നും അതുകൊണ്ട് തന്നെ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുമ്പോൾ പ്രദേശവാസികൾ ബുദ്ധിമുട്ടിലാകുന്നുവെന്നും മന്ത്രി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൂർ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൂർ പഞ്ചായത്ത് ഓഫീസിൽ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് GST ചുമത്തണമെന്ന് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഗുരുവായൂർ മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി കൃഷിഭവൻ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. ED ടൈസൺ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വയോജന സംഗമം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം ശതോത്തര സുവർണ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് സാന്റോസ് വോയ്സ് ബുള്ളറ്റിൻ കമ്മിറ്റി പ്രൊമോ റീൽ പുറത്തിറക്കി. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പ്രൊമോ റീൽ പ്രകാശനം ചെയ്തു. പെരിങ്ങനത്ത് നിർധന കുടുംബത്തിന് കെയർ ആൻഡ് ഷെയർ നിർമ്മിച്ചു നൽകുന്ന വീടിന് തറക്കല്ലിട്ടു. ET ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് എന്നിവർ ചേർന്ന് വീടിന് തറക്കല്ലിട്ടു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.